ഹരേകൃഷ്ണ ഭക്തസമാജം അരീക്കോട് ദേശത്തിൻ്റെ നേതൃത്വത്തിൽ ഗുരുവായൂരപ്പൻ്റെ രാധാകൃഷ്ണ രഥയാത്ര മഹോത്സവം ഗ്രാമീണ തനിമയും ഭക്തി നിറഞ്ഞ ചടങ്ങുകളോടെയും ആഘോഷിച്ചു. പൂവത്തിക്കൽ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രസന്നിധിയിൽ നിന്നും വൈകിട്ട് 4 മണിക്ക് ആരംഭിച്ച് പാലോത്ത് നഗരം ചുറ്റി ചൂളാട്ടിപ്പാറ അന്നപൂർണേശ്വരി ദേവി ക്ഷേത്ര സന്നിധിയിൽ രാത്രി 7:30 അവസാനിച്ചു. നമസ്കാരം. ഇന്ന് നമുക്കറിയാം, മലപ്പുറം ജില്ല ഏറനാട് മണ്ഡലത്തിലെ ഊർങ്ങാട്ടി പഞ്ചായത്തിലെ പൂവത്തിക്കൽ ലക്ഷ്മി ദേവി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന രഥയാത്ര കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ദൃശ്യങ്ങളിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, രഥം വർണ്ണശബളമായിട്ടുള്ള പുഷ്പങ്ങൾ അതുപോലെ തന്നെ പേപ്പറുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള രഥമാണ്. ഇത് നമുക്കറിയാം, ഇതിൻ്റെ ഒരു പുരാതനമായിട്ട് നമുക്കറിയാം, ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്നാണ് ഈ ഒരു രഥയാത്രയുടെ തുടക്കം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിക്കണം. സ്വാമിജി നമസ്കാരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്കറിയാം, ഇതിൻ്റെ ഒരു തുടക്കം നമുക്കറിയാം ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്നാണ്. ഇത് എല്ലാ വർഷവും കൊണ്ടുവരുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചൈതന്യം? ഹരേ കൃഷ്ണ. ഞങ്ങളിത് ഇവിടെ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി ഇസ്കോൺ എന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിലാണ് ഈ രഥയാത്ര നടക്കുന്നത്. ഇത് ലോകമെമ്പാടും ഞങ്ങൾ നടത്തി വരുന്ന ഒരു രഥയാത്രയാണ്. ഇത് ഒറിജിനലി യഥാർത്ഥ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒറീസയിലുള്ള ജഗന്നാഥ് പുരി എന്ന ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ നടത്തി വരുന്ന ഒരു മഹോത്സവമാണിത്. ഭഗവാൻ ജഗന്നാഥ്, ബലദേവ്, സുഭദ്രാമയി അവരെ സഹോദരങ്ങളെ അവരെല്ലാവരെയും കൂടെ ജഗന്നാഥ് പുരി ക്ഷേത്രം, അതായത് അത് ഭഗവാന്റെ വൃന്ദാവന വീട്ടിലേക്ക് ആനയിച്ച് കൊണ്ടുവരുന്ന ഒരു ചടങ്ങിനെ അവിടെ അനുസ്മരിക്കുന്ന രീതിയിലുള്ളൊരു ചടങ്ങാണ് ഈ നടക്കുന്നത്. ഇത് വർഷങ്ങളായിട്ട് നടത്തി വരുന്നു. ഇത് ഇസ്കോൺ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി തുടങ്ങിയിട്ട് ഇന്ന് 55-56 വർഷങ്ങളായി. 1966 ഇത് തുടങ്ങിയത്. അന്ന് മുതൽ ലോകമെമ്പാടും അമേരിക്കയിൽ മുതൽ കൽക്കട്ട, ഒറീസയിലും കൽക്കട്ടയിലും അതുപോലെ തന്നെ കേരളത്തിലുടനീളം, കേരളത്തിൽ ഇപ്പോൾ ഇത് 6-ാമത്തെ 7-ാമത്തെയോ സ്ഥലങ്ങളിൽ ഇത് രഥയാത്ര നടക്കുന്നുണ്ട്. തിരുവനന്തപുരം, കണ്ണൂർ, തൃശ്ശൂർ, പിന്നെ ഗുരുവായൂർ, പിന്നെ മലപ്പുറത്ത്, മലമ്പുഴ, പാലക്കാട്, ഇതുപോലെ മുതലായ എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിൽ തന്നെ രഥയാത്ര നടന്നു വരുന്നുണ്ട്. വളരെ ഭഗവാനെ ഏറ്റവും കൂടുതൽ ഭഗവാന് സേവനം ചെയ്യാനുള്ള അവസരവും, അതുപോലെ തന്നെ ഇസ്കോൺ എന്ന് പറയുന്ന ഈ സംഘടന ലോകത്തെമ്പാടും കൃഷ്ണഭക്തി പ്രചരിപ്പിച്ചുകൊണ്ട് അതിന് ലോകത്തിലെ ജനങ്ങളെ, മറ്റുള്ള ജനങ്ങളെയും ഇതിലേക്ക് ആകർഷിക്കുന്നതിനുള്ളൊരു ചടങ്ങായിട്ടാണ് നമ്മളിത് കരുതുന്നത്. ഇപ്പം ഇതിന് മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ റൈറ്റ് സൈഡ് കാണുന്ന അദ്ദേഹമാണ് ശില പ്രഭുപാദ്. ഇപ്പുറത്ത് കാണുന്ന ആദ്യം കാണുന്ന ആ ചുമന്ന കാവ്യ വസ്ത്രം ഇട്ടിരിക്കുന്നത് അദ്ദേഹമാണ് ഇസ്കോൺ സ്ഥാപിച്ച ശില പ്രഭുപാദ്. അദ്ദേഹത്തിൻ്റെ സൈഡിലിരിക്കുന്ന അദ്ദേഹമാണ് ആദ്യത്തെ രഥയാത്ര സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് നടത്തിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും ഞങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ജഗന്നാഥ്, ബലദേവ്, സുഭദ്ര ഇപ്പോൾ ദർശനം നൽകും. അതിനുശേഷം ഈ വടത്തിൽ പിടിച്ചുകൊണ്ട് രഥത്തെ വലിക്കുന്ന ഓരോരുത്തരും ഭഗവത് ധാമിലേക്ക് പോകും എന്നുള്ള ഒരു ഗ്യാരണ്ടി നമ്മൾക്ക് ശാസ്ത്രം നൽകുന്നുണ്ട്. ഭഗവാന്റെ ജഗന്നാഥാഷ്ടകം ചൊല്ലിക്കൊണ്ട് ഭഗവാനെ സ്വീകരിച്ച് ആനയിക്കുന്ന ഒരു ചടങ്ങാണിത്. ഇവിടെ ഈ മലപ്പുറം എന്ന സ്ഥലത്ത് ഇത് ആറാമത്തെ രഥയാത്രയാണ്. പ്രദ്യുമ്ന കൃപാമയ ദാസ് എന്ന് പറയുന്ന പ്രജീഷ് പ്രഭു, ഈ നാട്ടുകാരനാണ്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ കൃഷ്ണാവബോധ പ്രസ്ഥാനം നടക്കുന്നതും ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ രഥയാത്ര നടക്കുന്നത്. നമുക്ക് സ്വാമിജി പറഞ്ഞതുപോലെ തിരുവനന്തപുരം അങ്ങനെയുള്ള പട്ടണങ്ങളിൽ മാത്രമാണ് ഇത്തരം രീതിയിലുള്ള ഒരു ആഘോഷങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. തീർച്ചയായും ഇതൊരു ഗ്രാമങ്ങളിൽ ഇത്ര വലിയ ആഘോഷങ്ങൾ താങ്കളുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത് അറിയാൻ കഴിഞ്ഞു. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേർന്നത്? ഇത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ജഗന്നാഥ സ്വാമിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് നടത്തുന്നത്. ഞങ്ങളെല്ലാവരും അതിന് ഘടകങ്ങൾ മാത്രമാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ലോകത്താകമാനം എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ശീലപ്രഭുപാദർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നടത്തുകയാണ്. ഞങ്ങൾ ഓരോരുത്തരും അതിൻ്റെ ഭാഗഭാക്ക് മാത്രമാണ്. എല്ലാവരും കൂടി ചേർന്നിട്ട്, ഈ ദേശങ്ങളിൽ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ഹരേകൃഷ്ണ ഭക്തസമാജ നേതൃത്വത്തിൽ നടത്തുന്നത്. എല്ലാറ്റിനും കാരണം ഭഗവാനാണ്, രാധാകൃഷ്ണൻ ഗുരുവായൂരപ്പനാണ്, ജഗന്നാഥ സ്വാമി. ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ഭക്തന്മാർ വന്നിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. നമ്മൾ ഈ ഒരു ഗ്രാമത്തിൽ ഇത് എത്രാമത്തെ തവണയാണ്? ഇത് 6-ാമത്തെ പ്രാവശ്യമാണ് നടക്കുന്നത്. പൂവത്തിക്കൽ അതെ, ഈ ദേശത്ത് അരീക്കോട് ദേശമാണ്. അപ്പോൾ ഇവിടെ 6-ാമത്തെ പ്രാവശ്യം നടക്കുന്നത്. കേരളത്തിൽ നിന്നും പുറത്തുനിന്നും അനവധി ഭഗവാന്റെ ഭക്തന്മാരോട് വരാറുണ്ട്. ഇങ്ങനെയുള്ള മഹത്തരമായ സാധുക്കളായ ഭക്തന്മാരുടെ അകമഴിഞ്ഞ കൂട്ടായ്മ കൊണ്ടാണ് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് നടക്കുന്നത്. ഏതായിരുന്നാലും ഈ ഒരു ഇത്രയും ചെറിയ ഗ്രാമങ്ങളിൽ പോലും വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും വലിയ തോതിലുള്ള നമുക്കറിയാം, വലിയ തോതിലുള്ള രഥം നമുക്കറിയാം
അതുപോലെ തന്നെ അത് അലങ്കരിച്ചിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ നല്ല തരത്തിലുള്ള പൂക്കളും അതുപോലെ തന്നെ പേപ്പറുകൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുള്ള രഥമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്നാലും ഈ പരിപാടി വളരെ വലിയ ആളുകളാണ് റോട്ടിലൊക്കെ തന്നെ ഈ രഥത്തെ കാത്തു നിൽക്കുന്നത്. സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ഭക്തരുടെ നേതൃത്വത്തിൽ ഭജന സങ്കീർത്തനങ്ങളും ദേശത്തെ ക്ഷേത്രങ്ങളും കമ്മിറ്റികളും രഥയാത്രയുടെ ഭാഗമായി. അനുഗ്രഹം ചൊരിയുന്ന ശ്രീകൃഷ്ണ ഭഗവത് ചൈതന്യം നിറഞ്ഞ രഥം വലിച്ചുകൊണ്ട് നഗരപ്രദക്ഷിണം ചെയ്യുന്നതാണ് ചടങ്ങ്. വാദ്യഘോഷങ്ങൾ, വിവിധയിനം കലാരൂപങ്ങൾ എന്നിവ രഥയാത്രയുടെ ഭാഗമായി. വ്രതശുദ്ധിയോടെ ഒരുക്കുന്ന പൂജാദ്രവ്യങ്ങൾ, അർച്ചന പുഷ്പങ്ങൾ, പ്രസാദം തുടങ്ങിയവ ഭക്തർക്ക് സമർപ്പിക്കാനും അവസരമുണ്ടായി. രഥയാത്ര ദർശിക്കുന്നതിലൂടെ ദർശന സായുജ്യവും മോക്ഷവും അനുഗ്രഹവും ലഭിക്കുമെന്ന് ആചാര്യന്മാർ പറയുന്നു. വൈകിട്ട് ആരതി, ഭജന, കീർത്തനം, സത്സംഗം, പ്രസാദ വിതരണം എന്നിവ നടന്നു. രാത്രി തൃപ്പുണിത്തുറ സുചിത്ര വിശേഷരൻ നയിച്ച കൃഷ്ണ സമർപ്പിത മോഹിനിയാട്ടവും അതിനുശേഷം തിരുവനന്തപുരം കലാക്ഷേത്രയുടെ ശ്രീകൃഷ്ണ ഭാരതബാലയും അരങ്ങേറി. ന്യൂസ് 10 അരീക്കോട്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.